ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ കാർത്തികം കൂടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോണ സമയത്താണ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്താണ് വിക്രം പരോളിൽ ഇറങ്ങിയിട്ട് അവിടേക്ക് വരുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ വിക്രം നോക്കുമ്പോഴേക്കും ഓണത്തിന്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണിയും കാർത്തികം കൂടി ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത്. അപ്പൊ റോഡരികെ വെച്ചിട്ട് ഇവർ സംസാരിക്കുകയാണ്. അപ്പൊ കല്യാണി അടുത്ത് പറയുന്നുണ്ട്, കാർത്തിക നോക്ക്, നമ്മുടെ ശത്രുക്കളല്ല ജയിലിൽ കിടന്നിട്ടുള്ള ആദ്യത്തെ ഓണമാണ്, നമുക്ക് പേടിക്കാൻ ആരെയില്ല മോളെ, നമുക്കിനി സന്തോഷത്തോടു കൂടി ജീവിക്കാം, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ആദ്യത്തെ ഓണമല്ല വരാൻ പോണത്, നമുക്ക് ശരിക്കും അടിച്ചു പൊളിക്കണം, നിന്റെ വീട്ടിൽ ഓണം ആഘോഷിക്കണം. പിന്നെ കിരണിന്റെ അച്ഛനും അമ്മയൊക്കെ വരില്ലേ, എല്ലാവരും വരുമെന്ന് പറയാണ്. അവരെ കണ്ടിട്ട് കുറെ നാളാ എന്ന് പറയുന്നുണ്ട്. അത് മാത്രല്ല, നീ പറഞ്ഞല്ലോ അച്ഛനെയും കൂടി വിളിക്കേണ്ട കാര്യം, എന്തായാലും ഓണം ആഘോഷിക്കുന്ന സമയത്ത് അച്ഛനും കൂടി വരട്ടെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യത്തെ ഓണക്കോടി എല്ലാവർക്കും എന്റെ വകയാവാന്ന്. ചേച്ചി അച്ഛനെ ഡ്രസ്സ് വാങ്ങിച്ചോ? ഇല്ല, എനിക്ക് താല്പര്യമില്ല മോളെ, മനസ്സുകൊണ്ട് ഇപ്പോഴും അതിന് തോന്നുന്നില്ല. ചേച്ചി എന്തിനാ ചേച്ചി എല്ലാവർക്കും ഓണക്കോടി കൊടുക്കുന്ന സമയത്ത് അച്ഛനെ മാത്രം എങ്ങനെ ചേച്ചി കൊടുക്കാതിരിക്കണത്? ചേച്ചി തന്നെ ചേച്ചിയുടെ കൈകൊണ്ട് അച്ഛനെ വേണ്ടി ഒരു ഓണക്കോടി മേടിക്കണം, നമുക്ക് നാളെ പോയിട്ട് അത് പർച്ചേസ് ചെയ്യാം എന്ന് പറയാണ്. ശരി മോളെ, നിന്റെ ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കല്യാണിയും കാർത്തികയോട് സംസാരിക്കുമ്പോൾ കാർത്തിക പറയണ്ടേ, എന്തായാലും ഓണസദ്യ നിന്റെ വകയാണ്, ഓണക്കോടി എന്റെ വകയും എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഒരു കാറിലേക്ക് കയറുക കേട്ടോ. വിക്രം മനസ്സിൽ വിചാരിക്കുകയാണ്, അതേടി നിങ്ങളുടെ ഓണസദ്യ ഞാൻ കഴിപ്പിക്കാം, ഈ പ്രാവശ്യം നിങ്ങളുടെ വീട്ടിലെ ഓണസദ്യ ആയിരിക്കും, കുറച്ചോറാണ് നിങ്ങൾ കഴിക്കാൻ പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം സന്തോഷത്തോടെ തന്നെ ബൈക്ക് ഇങ്ങനെ പറപ്പിക്കുന്ന പോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് കല്യാണി വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ പുറകെ തന്നെ വിക്രവും ഇങ്ങനെ പോകുന്നുണ്ട്. ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണ് വിക്രം ഇങ്ങനെ പോകുന്നത്. കല്യാണി കാർത്തികയും കൂടിയിട്ട് നേരെ പോണത് കിരണിന്റെയും കല്യാണിന്റെ വീട്ടിലേക്ക് തന്നെയാണ് പോണത്. ഓണക്കോടികളൊക്കെ എല്ലാവർക്കും കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ എത്തുമ്പോൾ തന്നെ കല്യാണിയും അതുപോലെ തന്നെ കാർത്തികയും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവർ ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രം വരുന്നതും വേഗം തന്നെ സ്പീഡിൽ, അതായത് വിക്രത്തിനെ കാണാനും പാടില്ല എന്ന് അവർക്കൊരു അടി കിട്ടുകയും വേണം, ആ ഒരു വിചാരം കേട്ടോ വിക്രത്തിന്. അങ്ങനെ വിക്രം നോക്കുമ്പോഴേക്കും കല്യാണി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുമ്പോഴേക്കും വേഗം തന്നെ വിക്രം വണ്ടി ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പാഞ്ഞ് കല്യാണി ഇടിച്ച് തെറിപ്പിക്കുകയാണ്. കല്യാണി അപ്പൊ തന്നെ അവിടേക്ക് മറിഞ്ഞ് വീഴുവാട്ടോ. അത് കണ്ട് കാർത്തിക കല്യാണിന്റെ അടുത്തേക്ക് ഓടി വരുമ്പോഴേക്കും കാർത്തികയുടെ തലക്കിട്ട് ഇങ്ങനെ വിക്രം അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അത് ശരിക്കും കൊള്ളില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ കാർത്തികയുടെ തലക്ക് അടി കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ അവരിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വിക്രം അവിടെ നിന്ന് പറന്ന് ഇങ്ങനെ പോവുകയാണ് ചെയ്യണത്. പക്ഷെ വിക്രം ആണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. അതെന്താ, അതാരാ കല്യാണി, നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ വന്നത്, ഇനി അവനെങ്ങാനും ആണോ, അവനെ പരോള് കിട്ടി കാണുമായിരിക്കോ? ഒരു കാര്യം ചെയ്യാം, ഇത് കിരണേട്ടനോട് പറയാം, കിരണേട്ടനൊന്ന് ജയിൽ സൂപ്രണ്ടിന്റെ അടുത്ത് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ കല്യാണി അപ്പൊ തന്നെ കിരണിനെ വിളിക്കുകയാണ്. ഹലോ കിരണേട്ട, ഇത് എവിടെയാ? ഞാൻ ഹോസ്പിറ്റലാ കല്യാണി, നീ വരുന്നവരെ ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചു. കിരണേട്ട, ഇപ്പൊ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. സംഭവോ? എന്ത് സംഭവം? ആരാണെന്ന് അറിയില്ല കിരണേട്ട, ഞാനും കാർത്തിക ചേച്ചി കൂടി ഓണത്തിന്റെ പർച്ചേസ് കഴിഞ്ഞ് വരുമായിരുന്നു. വീട്ടിലെത്തി ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ബൈക്കിൽ ഒരാൾ പറപ്പിച്ച് എന്നെ കൊല്ലാൻ വേണ്ടി നോക്കി. കാർത്തിക ചേച്ചി വന്നപ്പോൾ കാർത്തിക ചേച്ചി തലക്കടിക്കാനും നോക്കി. അപ്പോ സംശയിക്കേണ്ട കല്യാണി, അത് അവൻ തന്നെയാ വിക്രം. അവൻ പരോളിൽ ഇറങ്ങിയോ? ജയിൽ സൂപ്രണ്ട് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു അവൻ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം പരോള് കിട്ടുമെന്ന്. മിക്കവാറും ഇന്ന് ഇറങ്ങി കാണുമായിരിക്കും അവൻ. അപ്പോ അവൻ തന്നെയായിരിക്കും ഞങ്ങളെ കൊല്ലാൻ നോക്കിയതല്ലേ? അതെ, ഇനി നോക്കി കണ്ടൊക്കെ പുറത്തിറങ്ങണം, ഞാൻ വന്നിട്ട് നോക്കാം. എന്തായാലും നീ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരണ്ട, ഞാനിവിടെ നിൽക്കാനായിട്ട് ഹരിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കിരൺ ഫോം വെക്കുവാണ്. ആ സമയത്ത് പ്രകാശ് ചോദിക്കണ്ടേ, എന്താ മോനെ, എന്താ പ്രശ്നം? എന്ത് പറയാനാ, താൻ ആലോചിച്ച് ഓമനിച്ചെടുത്തൊരു മോനുണ്ടല്ലോ, പ്രിയപുത്രൻ വിക്രം, അവനെ പരോളിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ തനി സ്വഭാവം കാണിച്ചു, കല്യാണിനെയും കാർത്തികനും ഒരുമിച്ച് കൊല്ലാൻ നോക്കി. അവൻ പരോളിൽ ഇറങ്ങിയോ? ഇറങ്ങി. എന്താ കാണാൻ പോണോന്നുണ്ടോ? മോൻ എന്തൊക്കെയാ പറയണത്? എനിക്കവനെ കാണാൻ പോണോന്ന്? എനിക്കവനെ കാണാനല്ല, കൊല്ലാനാണ് പോണ്ടത്. എന്നിട്ട് എന്റെ കാർത്തിക മോളെ കല്യാണി മോളെ അവൻ എന്തെങ്കിലും ചെയ്തോ? ചെയ്യാൻ വേണ്ടി പോയി, പക്ഷെ ഭാഗ്യം കൊണ്ട് ആയുസിന്റെ ബലം കൊണ്ട് അവർക്കൊന്നും സംഭവിച്ചില്ല. എന്റെ കാലിനിപ്പോ ആവതുണ്ടെങ്കിൽ ഞാൻ ഈ കാലും കൊണ്ട് പോയാൻ അവന്റെ അടുത്തേക്ക്, അവൻ ഞാൻ ഇല്ലാതാക്കിയാനെ. എന്തായാലും ഇപ്പൊ ഇവിടെ കിടക്ക്, എനിക്കൊന്ന് വീട് വരെ പോകണം, എന്താണത്തെ സാഹചര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാണ്. പ്രകാശിന്റെ ദേഷ്യം വരട്ടെ, പക്ഷേ അവൻ വന്നപ്പോ തന്നെ അവന്റെ തനി സ്വഭാവം ഇറക്കിയല്ലോ, ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ അവന്റെ അന്ത്യം അത് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നൊക്കെ പ്രകാശൻ ഇങ്ങനെ മനസ്സിൽ പറയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ കാണിക്കുന്നത് മനോഹറിനെയാണ് കേട്ടോ. അങ്ങനെ മനോഹർ ഷാരി എടുത്ത് പറയണ്ട്, അതെ എന്റെ അമ്മായിയമ്മേ, നിങ്ങൾ എന്റെ എത്രാമത്തെ അമ്മായിയമ്മയാണെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും എന്റെ അമ്മായിയമ്മയാണ്. ശരിക്കും അമ്മായിയമ്മയൊന്നും സരിയോ നിങ്ങളുടെ മകളല്ലല്ലോ, എന്നാലും ഞാൻ അമ്മായിയമ്മയായിട്ട് കണ്ടുപോയത് നിങ്ങളെയാണല്ലോ. ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടിയേ ഇവിടെ ഉള്ളൂ, പോകാൻ പോവാണ്. ഇന്ന് ഒരു 5 മണിക്കൂർ, മാക്സിമം ഒരു 4 മണിക്കൂർ, അത്രേ ഞാനിവിടെ ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ ഞാൻ ഇവിടെ നിന്ന് പോകും. അത്രയും മണിക്കൂർ വരെ ഞാൻ നിങ്ങളുടെ മോളെ സന്തോഷിപ്പിച്ച് സമാധാനിപ്പിച്ചാണ് നിർത്തിയേക്കുന്നത്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മകൾ
അവളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കണം. അവർക്ക് ചിലപ്പോൾ പ്രാന്താകും, അപ്പോഴും നിങ്ങൾ തന്നെ നോക്കണം. ഷാരി പണ്ടടാ നീ പോയിക്കണല്ലേ, മോളുടെ അവസ്ഥ എന്താകും എന്ന് ആലോചിച്ചിട്ട് എനിക്ക് നല്ല പേടിയുണ്ടടാ എന്ന് പറയാണ്. അത് ഞാൻ പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ പോണോന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയായിരുന്നു. ഞാൻ ആ നിഷേനെ കല്യാണം കഴിക്കാനും നിതേനെ കല്യാണം കഴിക്കാനൊക്കെ പോയപ്പോ നിങ്ങൾ എൻ്റെ ഇവിടെ വന്നതല്ലേ, കാരണം അവരെ കെട്ടിയിട്ട് ഞാൻ പോണെങ്കിൽ പോട്ടെ വെച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ എന്താ ഒരു സ്വഭാവ മാറ്റം? അതല്ലടാ, അതുപോലെയല്ല, സരിയുടെ സ്വഭാവം ആകെ മാറിയിരിക്കുകയാണ്. അവളുടെ അമ്മ ഞാനില്ലെന്ന് പറഞ്ഞപ്പോ തന്നെ അവൾ ആകെ തകർന്നു പോയി. ഇപ്പൊ നിന്റെ സ്വഭാവം കൂടി അങ്ങനെയൊക്കെ ആവുമ്പോഴേക്കും അവൾക്കത് സഹിക്കാൻ പറ്റില്ല മോനെ. ഓ മോനോ, നിങ്ങൾ ഇത്ര ദിവസം അങ്ങനെയല്ലോ വിളിച്ചത്. എന്തായാലും ഞാൻ പോകാൻ പോവാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. ഇതൊരു പ്രാന്താലയാണ്, പ്രാന്താലയം. മാത്രമല്ല 10 പൈസ ഗതി പോലും ഇവിടുന്ന് കിട്ടില്ലല്ലോ. എടാ നീ സരിയുടെ പണവും സ്വർണവും ഒക്കെ എടുത്തോണ്ട് പോയിടാ, അവളിനെ എങ്ങനെ ജീവിക്കോടാ, അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇവിടുന്ന് പോകാനായിട്ട് ഒരുങ്ങാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോകാണ്. ശേഷം നമ്മുടെ ഷാരി മുകളിലേക്ക് പോയി നോക്കുമ്പോഴേക്കും സാരിയുടെ കയ്യിലായി ഇരുമ്പോലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അയ്യോ മോളെ, നീ എന്തിനിപ്പോ ഇതെടുത്തതെന്ന് ചോദിക്കുമ്പോ ഒരാളെ കൊല്ലാൻ. നീ ആരെ കൊല്ലുന്ന കാര്യോ മോളെ പറയണത്? വേറെ ആരെയല്ല, ഒരാളെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പൊ വെറുക്കുന്ന ഒരാളെ കൊല്ലാനാ ഈ ഇരുമ്പോലൊക്കെ. നീ അപ്പുറത്തുള്ള കിരണിനെ കല്യാണിനെ ആരെങ്കിലും നോട്ടിട്ടിട്ടാണ് ഇങ്ങനെ പറയണത്? എനിക്ക് നിങ്ങളുടെ ആ കാര്യം ഒന്നും പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് പറയണമില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഒന്നില്ലെങ്കിൽ ഞാൻ ഇനി ജയിലിലേക്ക് പോകും, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ചത്തുപോകും. മോളെ നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നു മോളെ പറയാണ്. അതെ, മനുവേട്ടൻ അവിടെ ഉണ്ടോ? മനു അവിടെ ഉണ്ടായിരുന്നു. ശരി, എങ്കിൽ നിങ്ങളെ കുഞ്ഞിനെ നോക്കിക്കോ, എനിക്ക് വേറെ പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് സാരി അവിടെ നിന്ന് പോവാണ്. ഷാരി ഇങ്ങനെ മനസ്സിലാക്കി, ഈശ്വര ഞാൻ എന്താ ചെയ്യ പെണ്ണെ കൊണ്ടിട്ട്, എനിക്ക് അറിയില്ലല്ലോ അവൾ ആരെയാ മനസ്സിൽ ഉദ്ദേശിച്ച. ഇനി കിരണിനെ കല്യാണില്ലാതെ മനോഹറിനെ വലുതുമാണോ? എൻ്റെ ഈശ്വര, അപ്പൊ അവൾ സത്യങ്ങളെക്കാരന് മനോഹറിനെ കൊല്ലാനാണോ? ഒന്നും അറിയാത്ത ഒരവസ്ഥ കേട്ടോ. ഇനി മിക്കവാറും മനോഹറിനെ കൊല്ലുമെന്ന് തോന്നിയാണ്. ഒറ്റയ്ക്ക് എന്ത് ചെയ്യും, ഇനി റൂം എങ്ങാനും അടച്ചിട്ടാലോ എന്ന് വരെ ഷാരി വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഷാരി മനോഹറിന് പറയുന്നുണ്ട്. അതെ എന്ന് പറയാൻ പോകുമ്പോഴേക്കും സാരിയെ വിളിക്കുകയാണ്. അതെ അമ്മിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കാണ്ട്. എന്താ മോളെ? ഞാൻ ഇരുമ്പലൊക്കെ റൂമിൽ വെച്ച കാര്യം മനുവേട്ടനോട് വേറെ ആർക്കെങ്കിലും പറഞ്ഞാല് മോളെ നീ എന്തിന്റെ ഉദ്ദേശമാണ്? നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സരിയെ നിലക്ക് നിർത്താണ്ട് നമ്മുടെ ഷാരീനെ. അപ്പൊ നാളത്തെ പ്രൊമോയിൽ ഇത്രയും ഭാഗമാണുള്ളത്. പക്ഷെ നമ്മുടെ കല്യാണിനെ ഇനിയും അപായപ്പെടുത്താൻ വേണ്ടി വിക്രം ശ്രമിക്കുന്നുണ്ട്. വിക്രം പരോളിൽ ഇറങ്ങിയത് തന്നെ കല്യാണിനെയും കാർത്തികനെയും ഒരുമിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, കാർത്തിക അല്ലെങ്കിൽ കല്യാണിക്കൊന്നും സംഭവിക്കില്ല, കാരണം കല്യാണിയാണല്ലോ നമ്മുടെ നായിക. പക്ഷെ കാർത്തിക ഓൾറെഡി കുഴപ്പങ്ങളൊക്കെ ഉണ്ട് തലയിൽ, അത്ര ഒരുപാട് ആയുസൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാർത്തികക്കാണ് ഒരു അടി കിട്ടാൻ ചാൻസ് എന്ന് തോന്നുന്നു കേട്ടോ. കാരണം കാർത്തികക്ക് എന്തോ പറ്റുമായിരിക്കും, കാരണം കാദംബരിനി ഇവരൊന്നും ചെയ്യത്തില്ല. കാരണം കാദംബരി എന്ന് പറയുമ്പോഴേക്കും ഇവരെ വലിയ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ കാദംബരി. അതുകൊണ്ട് കാദംബരി എടുത്ത് ഒരു കുഴപ്പമൊന്നും ചെയ്യത്തൊന്നുമില്ല. പക്ഷേ നമ്മുടെ കല്യാണിനെ കാർത്തിക നന്നായിട്ട് ദ്രോഹിക്കും. അതിനുശേഷം കിരണിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യത്തുള്ളൂ. അപ്പൊ ആർക്കെതിരെയാണ് വിക്രം വന്നിട്ട് എന്ത് ദ്രോഹമാണ് ചെയ്യാൻ പോകുന്നത് ഈ പ്രാവശ്യത്തെ വീക്കെൻഡ് പ്രൊമോയില് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ വീക്കെൻഡ് പ്രൊമോക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം ഫ്രണ്ട്സ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ കാർത്തികക്കാണ് അടി കിട്ടാൻ ചാൻസ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.